ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഹാപ്പി ഫാമിലി വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവലിംഗ് വ്ളോഗുമായിട്ടാണ്. കുറച്ച് പഴയ വീഡിയോ ആണ്, എന്നാലും എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. യാത്ര എങ്ങോട്ടാണെന്നല്ലേ? ഹിസാർ ടു ഡൽഹി, ഡൽഹി ടു ആഗ്ര, അങ്ങനെയാണ് നമ്മൾ ഇന്ന് യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഡൽഹിയിലേക്കുള്ള ബസ്സാണ്. ഡൽഹിയിലേക്ക്, ഹിസാറിന് ഡൽഹിയിലേക്ക് ഡയറക്റ്റ് ഉള്ള സ്റ്റേറ്റ് ബസ്സാണ് ഇത്. അപ്പോൾ നമ്മൾ കയറി ഒരു സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി കാണും. തണുപ്പ് സമയമായതുകൊണ്ട് മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയേ, പുറത്തത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി നല്ല രസമുണ്ടല്ലേ? നല്ല മഞ്ഞ പാടം, കടുക് കൃഷിയാണ് കേട്ടോ ഇതെല്ലാം. തണുപ്പ് സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒന്നാണ് കടുക്. അപ്പോൾ യാത്രയുടെ ചിലവ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടാ അല്ലേ? ഒരാൾക്ക് 250 രൂപയാണ് ഹിസാറിന് ഡൽഹിയിലേക്ക് ബസ്സിനുള്ള യാത്രാ ചെലവ്. ഏകദേശം 4 മണിക്കൂറിൻ്റെ അടുത്താണ് നമ്മുടെ ഹിസാറിന് ഡൽഹിയിലേക്കുള്ളത്. ബസ്സിലായാലും നമ്മുടെ കാറിലായാലും ഏകദേശം 4 മണിക്കൂറാണ് യാത്രയുള്ളത്. അപ്പോൾ നമ്മൾ ഡൽഹി എത്തി. അങ്ങനെ നമ്മൾ ഡൽഹി ബസ് സ്റ്റാൻഡ് എത്തിയിട്ടാ. ഡൽഹി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്കിനി പോകേണ്ടത് ഓട്ടോയിലാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോ പിടിച്ച് പോവുകയാണ്. നമ്മൾ സ്റ്റേഷനിലെത്തി കുറച്ച് വൈകിട്ടാണ് ട്രെയിൻ ഉണ്ടായത്. രാത്രി ഏകദേശം 10 മണിക്കുള്ളാണ് ഈ ട്രെയിൻ ഉണ്ടായത്. ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്കൊരു 2-2.5 മണിക്കൂർ ഇനി ഉണ്ടാവും. അപ്പോൾ ഉറങ്ങാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ആഗ്രയിലെത്തി. റൂമെല്ലാം എടുത്ത് സെറ്റായി റെഡിയായി രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ ഈ യാത്ര വന്നത് തന്നെ ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ ഡിസംബർ മാസത്തിൽ തണുപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മൂടൽ മഞ്ഞും ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ. മഞ്ഞായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് പുറത്തുള്ളത്. ആദ്യം നമ്മൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു അന്ന സൗത്ത് ഇന്ത്യൻ വെജിറ്റബിൾ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങി. പിന്നെ ആഗ്ര താജ്മഹലിലേക്കുള്ള യാത്രയായി. ഇവിടുന്നാണ് താജ്മഹലിലേക്കുള്ള ടിക്കറ്റ് എടുത്തത്. നമ്മൾ ഈ ആഗ്രയിൽ വന്നേരം തൊട്ട് ഒരു ഓട്ടോക്കാർ നമ്മുടെ ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു. അവരാണ് നമുക്ക് ഇന്നത്തെ ഇൻഫർമേഷനൊക്കെ തന്നത്. എങ്ങനെ നമുക്ക് പോയാലോ താജ്മഹലിലേക്ക്? അങ്ങനെ യാത്രയായി. താജ്മഹലിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. വിചാരിച്ച പോലെയല്ല. ഓട്ടോക്കാരൻ ആദ്യമേ പറഞ്ഞായിരുന്നു ആദ്യം താജ്മഹലിലേക്ക് പോകണ്ട, ഒന്നും കാണാൻ പറ്റൂല, മഞ്ഞു മൂടിയ. അതിരാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര മൂടൽ മഞ്ഞായിരുന്നു, ഒന്നും കാണാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, നല്ല മൂടൽ മഞ്ഞുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ വീഡിയോയില്. അപ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ എന്നറിയില്ല. ഓട്ടോക്കാരൻ അപ്പോഴേ പറഞ്ഞായിരുന്നു താജ്മഹലിലേക്ക് കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി, അപ്പോഴേ താജ്മഹൽ ക്ലിയർ ആയിട്ട് കാണുള്ളൂ എന്ന്. താജ്മഹൽ ഓൾറെഡി വൈറ്റ് ആണല്ലോ. അപ്പോൾ മഞ്ഞ് മൂടി കഴിഞ്ഞാൽ താജ്മഹൽ ശരിക്കും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ വന്നു. പെട്ടെന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള ഒരു ഇതിലായിരുന്നു വന്നത്. നമ്മളത് ആ താജ്മഹലിൻ്റെ എൻട്രിയിലേക്ക് കടക്കാൻ പോവുകയാണ്. താജ്മഹൽ വെസ്റ്റ് ഗേറ്റ് എൻട്രിയിലെത്തി. ഇവിടുന്ന് നമ്മുടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്.
ടിക്കറ്റ് ചെക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറിയിട്ടോ. ബാഗ് ചെക്ക് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ അകത്തേക്ക് കൊണ്ടുവരുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇലക്ട്രിക് ഐറ്റംസ്, ചാർജർ, ഹെഡ്സെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അകത്തേക്ക് ബാഗിലിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഫുഡ് ഐറ്റംസ്, അതിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ബാഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിതാ കവാടത്തിൽ എത്തിയിട്ടോ താജ്മഹലിൻ്റെ. അയ്യോ, നമ്മൾ നേരത്തെ ഓട്ടക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ഫുള്ള് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഇപ്പം ഫുള്ള് മൂടൽ മഞ്ഞായിട്ട് ഒന്നും കാണാൻ പറ്റുന്ന അവസ്ഥയാണ്. നോർമലി ഇവിടെ ഗേറ്റ് ഓപ്പണാക്കി കൊടുക്കുന്നത് വിസിറ്റേഴ്സിന് ഗേറ്റ് ഓപ്പണാക്കി കൊടുക്കുന്നത് 6 മണിക്കാണ്. രാവിലെ 6 മണി തൊട്ട് 7 മണി വരെയാണ് വിസിറ്റേഴ്സ് ടൈം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇങ്ങനെ നടക്കുകയാണ്. വെണ്ണക്കല്ല് സുന്ദരമായി തീർത്ത് നമ്മുടെ താജ്മഹലിൻ്റെ ആ ഒരു ഈ കവാടത്തിലൂടെ കണ്ട് ആ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല. താജ്മഹലിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താജ്മഹലിൻ്റെ അടുത്തെത്തിയാലെങ്കിലും കുറച്ചൊന്നും കാണാൻ പറ്റുമോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് താജ്മഹലിൻ്റെ അടുത്ത് എത്താറായി. ചെറിയൊരു മിന്നായം പോലെ ഒരു വൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത് താജ്മഹലിൻ്റെ ഫ്രണ്ട് ഗേറ്റിലേക്ക് എത്തി. അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് താജ്മഹൽ കാണാൻ എങ്ങനെ ഇവിടെ നിന്ന് പോവുക എന്നുള്ള ആ ഒരു ഇതിൽ അവിടെ ഇരുന്ന് കുറച്ച് നേരം ആ ഒരു മണ്ണൊന്ന് തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. താജ്മഹൽ ചെറുതായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെണ്ണക്കല്ലിൽ തീർത്ത താജ്മഹലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നിയായ മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി തീർത്തതാണ് താജ്മഹൽ. അപ്പോൾ നമ്മൾ താജ്മഹലൊക്കെ കണ്ട് നമ്മളിതാ നെക്സ്റ്റ് പോകുന്നത് ആഗ്ര ഫോർട്ടിലേക്കാണ്. ആഗ്ര ഫോർട്ട് താജ്മഹലിന് ഏകദേശം ഒരു 10 മിനിറ്റ്, അതായത് 2-3 കിലോമീറ്റർ അത്രേ ഉള്ളൂ താജ്മഹലിന് ആഗ്ര ഫോർട്ടിലേക്കുള്ള ദൂരം. താജ്മഹൽ ആഗ്ര ഫോട്ടോ ഒക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മൾ ഇതാ ഹിസാറിലേക്ക് ഒന്ന് തിരിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മളിതാ ബസ് കയറി, ഹിസാറിലേക്കുള്ള ബസ് ഇതാ കയറി. നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബസ് ടിക്കറ്റൊക്കെ. അങ്ങോട്ട് പോയ കോലത്തിലൊന്നും നല്ലായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ. ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോയില് ഇന്നത്തെ ട്രാവലിംഗ് വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.